ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ട ഒരു സമയമുണ്ടോ? അതെത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും ഈ ലോകത്തോട് വിട പറയേണ്ട സമയമുണ്ട്. ആ സമയത്ത് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയണേ. ഈ അടുത്ത സമയത്ത് കണ്ണൂർ ജില്ലയിലെ റഫ്നാസ് എന്ന് പറയുന്ന SSFന്റെ പ്രവർത്തകൻ വിട പറഞ്ഞ കഥ നമ്മൾ കേട്ടില്ലയോ? സുബ്ഹാനല്ലാഹ്. പഠിക്കുന്ന സമയത്തോ ഒഴിവ് കിട്ടുമ്പോൾ തന്റെ കുടുംബത്തിന് അധ്വാനിക്കാൻ വേണ്ടി ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കാൻ നിന്ന ചെറുപ്പക്കാരനാൾ 13-14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാൾ. ആ കുട്ടി ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഉമ്മ ഞാനിതാ അധ്വാനിച്ചിട്ട് എന്റെ ഉമ്മയ്ക്കൊരു സ്വർണ്ണാഭരണം ഞാനങ്ങ് വാങ്ങിത്തരികയാണെന്ന് പറഞ്ഞു ഒരു മോതിരം വാങ്ങിക്കൊടുത്ത മോനാണ്. സുബ്ഹാനല്ലാഹ്. റജബ് 27 അന്ന്, ഈ തൊട്ടടുത്ത ദിവസം ഈ മിഅ്റാജിന്റെ നോമ്പിന്റെ അന്ന് ആ ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകനായ റഫ്നാസ് തെറിച്ചു വീഴുമ്പോൾ ചെറിയ കുട്ടിയും എടുത്തിട്ട് കണ്ണൂര് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ ആ കുഞ്ഞുമോന് വെള്ളം കൊടുക്കാൻ വേണ്ടി അടുത്തുള്ള കടയിലെ ചെറുപ്പക്കാർ ഒരു പാത്രത്തിലെ വെള്ളവും കൊണ്ട് കടന്നു വരുമ്പോൾ ആ കുഞ്ഞുമോൻ പറയുന്നു, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് നോമ്പാട്, നോമ്പ് മുറിക്കാൻ ഞാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിയതാ ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി നോമ്പുകാരനായി ഈ ലോകത്തോട് വിട പറയുകയാ. അങ്ങനെ മരിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമല്ലയോ? അതിന് നമ്മളെല്ലാവരും മുത്തുനബിയെ മാറ്റിവെക്കുന്ന ജീവിതത്തിൽ കടന്നുകൂടാ. അതിനു വേണ്ടിയാണ് നമ്മളെ സംഘടനകൾ നിലകൊള്ളുന്നത്. SSF പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്, SYS പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന SSFന്റെ ചെറുപ്പക്കാരോട് ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ ചെറുപ്പക്കാരെ. കാരണം അല്ലാഹുവിന്റെ ദീന് വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരന് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നല്ല SSFകാരനാണോ നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയും? അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് വലിയ വലിയ ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ നിയന്ത്രിച്ചത് മശായിഖന്മാരാണ്. അവരെ നിയന്ത്രിച്ചത് ഹബീബായ പുന്നാര നബിതങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, മരിച്ചു പോകുമ്പോ നല്ല നിലയിൽ മരിച്ചില്ലെങ്കിൽ എല്ലാം അപകടമാണ് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, തൃശൂർ ജില്ലയുടെ തീരാ നഷ്ടമായി മാറിയ നദീർ എന്ന ചെറുപ്പക്കാരനെ അറിയുമോ? 21 വയസ്സുള്ള സമയത്തോ കോളേജിലെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, 21-20 വയസ്സ് പ്രായമുള്ള സമയത്തോ SSFന്റെ സെക്ടർ അൽ-ഇസാബ ചീഫായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ഫ്രീക്കന്മാര് വിലസുന്ന കോളേജ് ക്യാമ്പസിൽ ഒരുപാട് അരാജകത്വം വിളയാടുന്ന പ്രൊഫഷണൽ